ഹായ് ഓൾ. ഈ ഫൂട്ടേജ് കാണുന്നത് ഞാൻ മൂന്നാർ ട്രാവൽ ചെയ്തപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് എൻ്റെ ഡാഷ് ക്യാമിൽ വന്നത്. അപ്പോൾ ഞാൻ മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്ക് തിരിയാൻ നിൽക്കുകയാണ്. ഇത് നല്ല ബ്ലോക്കുള്ളൊരു ദിവസമാണ്. തിരിയാൻ നിൽക്കുമ്പോൾ ഞാൻ ഈ ജീപ്പുകാരൻ്റെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മൂന്നാർ വന്നവർക്കറിയാം, അവിടുന്ന് മാട്ടുപ്പെട്ടി റോഡിലേക്ക് ഒരു ഓൾമോസ്റ്റ് യു പോലെ ഒരു ടേണിംഗ് ഉണ്ട്. അവിടെ തന്നെ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വരുന്ന ഒരു സ്ട്രെയിറ്റ് റോഡും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് മാട്ടുപ്പെട്ടി റോഡിലേക്ക് ഈ ജീപ്പിൻ്റെ പുറകെ പിടിച്ച് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കിട്ടി. അവനൊരു ജീപ്പുകാരന് ഈ ജീപ്പുകാരനൊരു ഗ്യാപ്പ് കൊടുത്തു. അത് മൂന്നാറിലെ ഡ്രൈവേഴ്സ് നമ്മളെ കണക്ഷൻ കൊണ്ടാണോ അറിയില്ല, അവന് ഗ്യാപ്പ് കൊടുത്തു. അത് കഴിഞ്ഞ് തൊട്ട് പുറകെ വരുന്ന എൻ്റെ വണ്ടി കർണാടക രജിസ്ട്രേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, അവൻ മുന്നോട്ട് കയറ്റി നിർത്തി. ഈ മുന്നോട്ട് കയറ്റി നിർത്തുമ്പോൾ അവന് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല, അവന് അവിടെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് അവൻ കയറ്റി വെച്ച് ബാക്കിയുള്ളവരെയും കൂടി ബ്ലോക്ക് ആക്കുന്ന രീതിയിലാണ് നിർത്തിയത്. ഇത് ഇങ്ങനെ നിർത്തിയാൽ മാത്രമല്ല, ഇവന് വളരെ ധാർഷ്ട്യം നിറഞ്ഞ രീതിയിലാണ് ഞങ്ങളോട് റിയാക്ട് ചെയ്തത്. അത് കൈ കൊണ്ടൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. എന്നിട്ട് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഡ്രൈവിങ്. ഇവനൊക്കെ എങ്ങനെയാണ് ലൈസൻസ് കിട്ടുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ലേണേഴ്സ് എടുക്കുന്നത് എന്തെങ്കിലും കുന്തം അറിയോ? സീബർ ക്രോസിംഗ് എന്താണെന്ന് അറിയോ എന്നുള്ള ഡൗട്ടാണ്. ഇങ്ങനെയുള്ളവരന്മാരാണ് മൂന്നാറിലെ എല്ലാ ജീപ്പുകാർക്കും പേരുദോഷം ഉണ്ടാക്കുന്നത്.